ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ കോഴിക്കോടിന്റെ ആ ഒരു ഭാഗം മണ്ണെടുക്കുന്നതൊക്കെ. ഞാൻ JCBന്റെ മുമ്പിലാണ് എടുക്കുന്നത്. ഇതിവിടെ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ. മഴയായപ്പം നമ്മൾ ആ റോഡുമേലേക്ക് മഴ ആയി കഴിഞ്ഞാൽ റോഡുമേലെ ഇറക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വണ്ടിയൊക്കെ അന്ന് ഇവിടെ നിർത്തിയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ നാളെ രാവിലെ പണിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗ്, തട്ടിക്കുട്ടി ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മളെ കോഴികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഒക്കെ എല്ലാത്തിനെയും പുറത്തേക്ക് തുറന്നു വിട്ടാട്ടോ. അപ്പൊ നമ്മളിവിടെ കുറച്ചു നേരം നിൽക്കാട്ടോ. പുറത്തേക്ക് തുറന്നു വിടാൻ കാത്തു നിൽക്കും. ഓന്തോറ്റിയും പരുന്തും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാക്കുന്ന ഈ ഒരു ഭാഗം മൊത്തം പിന്നെ മണ്ണെടുത്തിട്ടോ. അപ്പൊ അങ്ങനെ ഇതാക്കുന്ന ഇന്നിപ്പോ വൈകുന്നേരം ചെറിയൊരു വീഡിയോ പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞാട്ടോ. ഷീറ്റൊക്കെ അയച്ചിട്ടതാട്ടോ. കയറൊക്കെ JCB വരുന്നോണ്ട് തന്നെ ഷീറ്റൊക്കെ അയച്ചിട്ടായിരുന്നു. പിന്നെ അതുമല്ല ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ കൂടൊക്കെ ആകെ ഡാമേജ് ആയി എന്ന് പറയാൻ കാരണമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, കൂടിന്റെ ഈ ഒരു കാലൊക്കെ വണ്ടിയൊക്കെ റിവേഴ്സ് എടുത്തിട്ടൊക്കെ മൊത്തം പോയി. അതേപോലെ നമ്മള് ഈ ഒരു പലകയായിരുന്നു കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ വെക്കുന്നത്. അപ്പൊ അതൊക്കെ വെക്കാൻ പറ്റാതെ എന്തൊക്കെയോ എങ്ങനെ കുടിയെന്നറിയാം, റിവേഴ്സ് എടുത്താന്നാ പറഞ്ഞ്. വലൻ്റെതാ ഇവിടെയൊക്കെ കീറി ആകെ നാശായി. കണ്ടില്ലേ, ഇത് മൊത്തം നാശായി. നമ്മളെ കോഴിനെ അതിന്റെ ഉള്ളിൽ ഇടാനുള്ള പറ്റൂല. അതേപോലെ നമ്മൾ കോഴി പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെ വലയിട്ടുണ്ട്. അതൊക്കെ താന്ന് താഴെ എത്തിയിട്ടുണ്ട്. നമ്മളെ കോഴികളെ ഇതിൻ്റെ ഉള്ളിലിടാൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊക്കെ നന്നാക്കേണ്ടി വരും. പിന്നെ നമ്മളെ കുഞ്ഞുമക്കളെയൊക്കെ ഇതാക്കുന്ന തള്ളക്കോയിനെയും മക്കളെയൊക്കെ ഇതാക്കുന്ന എല്ലാ കോയിനെയും തുറന്നു വിട്ടാ കേട്ടോ. അപ്പം ഇന്ന് വൈകുന്നേരം കുറച്ച് നമ്മുടെ കോഴിപ്പേൻ്റെ ഈ ഒരു മരുന്നൊക്കെ ഒന്ന് കൂട്ടിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കോഴികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, കോഴിപ്പേൻ്റെ ഒരുപാടുള്ളൊന്നും കാണുന്നൊന്നുമില്ല. എന്തായാലും ഇന്നിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇവരെ നനയ്ക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ രാവിലെ വലിയ ചൂടൊക്കെ നോക്കിയിട്ട് കോഴിപ്പേൻ്റെ ഒരു മരുന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് മുക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ കൂട്ടിനുള്ളിൽ കുറേ കോഴിക്കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ അവരെ പിടിച്ച് മുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാൻ എന്താക്കുന്ന ഈ ഒരു മരുന്ന് കുറച്ച് അളവ് കൂടുതലാട്ടോ, നല്ല സ്ട്രോങ്ങിലാട്ടോ എടുത്തിരിക്കുന്നത്. കൂട്ടിൻ്റെ ഉള്ളിൽ അടിച്ചു കൊടുക്കാനല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്ട്രോങ്ങിലാട്ടോ നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കിത് കൂട്ടിലൊന്ന് സ്പ്രേ ചെയ്ത് എല്ലാ കൂട്ടിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അവർക്ക് കോഴിപ്പേൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ചത്തുപോകും, അറിയാലോ. ഈ ഒരു ചെറിയൊരു കൂടാട്ടോ, ഈ ഒരു കൂട്ടിലാണ് അധികം കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കൂട്ടിൽ ഞാൻ തള്ളക്കോയിനെയും കുഞ്ഞുങ്ങളെ ഇടുന്നതാട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടില്ല. ഇന്നലെ ഇപ്പോൾ മരുന്ന് അടിച്ചുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാലോ എന്ന് വിചാരിച്ചു. കോഴിപ്പേനൊന്ന് പോയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചു. പിന്നെ കോഴിപ്പേന് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതാക്കുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കുന്ന കണ്ടില്ലേ, അവിടെയും ഇവിടെയൊക്കെ ആയിട്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് സ്പ്രേ ചെയ്തെടുക്കട്ടെ, എന്നിട്ട് നാളെ നോക്കാം. അപ്പോൾ 2-3 ദിവസം ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്തായാലും ഇത് എന്താ പറയുക, പെട്ടെന്നൊന്നും പോവില്ല. അപ്പോൾ ഒരുപാട് കോഴികളുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ലോഗും ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കോഴിപ്പേനെ കണ്ടപ്പോൾ പിന്നെ മരുന്നടിക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം ഇതേപോലെ ഒന്ന് മരുന്നടിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.